മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ആദില. അതിനുശേഷം അനുമോളും ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുകയാണ്, ഇന്ന് രാവിലെ ആ ഒരു മോർണിംഗ് ടാസ്കിൽ ആ ഒരു പ്രശ്നം നടന്നതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വൈകുന്നേരം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ശരിക്കും ഫീലായി. ആ ഒരു എനിക്ക് കരച്ചിലൊക്കെ വന്നു. ഞാനൊരു ആകെ ഇമോഷണലായിപ്പോയി. അതുകൊണ്ടാണ് അവൾ വന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ കരച്ചിലായി. അവളോടുള്ള എല്ലാ പ്രശ്നവും എനിക്ക് അവിടെ തീർന്നു. അപ്പോൾ ലക്ഷ്മി പറയേണ്ടത് അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം നിങ്ങൾ രണ്ടുപേരും അങ്ങനെയായിരുന്നു ആ കെട്ടിപ്പിടിച്ചത്. കാരണം നമുക്കെല്ലാവർക്കും ആ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും, നമുക്ക് പെട്ടെന്ന് ഫീലാവും എന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി ഇവിടുന്ന് എവിക്റ്റായി പോകുന്ന പണ്ടൊക്കെ എന്നോട് പറയുന്ന സമയത്ത് എനിക്ക് എക്സ്പെക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഞാൻ കരയും, എനിക്ക് കരച്ചിലൊന്നും നിർത്താൻ പറ്റില്ല എന്നൊക്കെ ഞാൻ അവളോട് എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ന് അവൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു അങ്ങനെ വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. അവളാണ് പുറത്ത് പോകുകയെന്ന് ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവിടെ നിന്നത്. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു സാധനം, രാവിലത്തെ സാധനം കിടക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. ഇപ്പോൾ ഷാനവാസിക്കൊക്കെ ആയിട്ടാണെങ്കിലും ഞാൻ ക്ലോസ് ആണ്. പക്ഷേ അവളും ഞാനുമാണ് നല്ല ക്ലോസ്. പക്ഷേ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവളൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പോലും മനസ്സിലാക്കാതെ അവളുടെ സ്ട്രെസ്സ് മൊത്തം അയാളുടെ മേലിലിട്ട് തീർക്കും. പിന്നെ പറയാത്ത കാര്യവും പറഞ്ഞ കാര്യവും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അവൾ പറയുന്നത്. ആ സ്വഭാവം നല്ലതല്ല എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവളെന്നോട് സംസാരിക്കാൻ ഇന്ന് വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ശൈത്യമായിട്ടാണ് സംസാരിച്ചത്. അവളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവനുള്ള ശരീരത്തിൽ കത്തി കുത്തിക്കയറ്റിയിട്ട് പിന്നെ എന്ത് പ്രയോജനമാണുള്ളതെന്ന് ഞാൻ അവളോട് ചോദിക്കുകയും ചെയ്തു. ആ സമയത്ത് ആദ്യമൊക്കെ ഞാൻ എൻ്റെ നമ്പർ ഒരു ടിഷ്യൂ പേപ്പറിൽ എഴുതി അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളുടെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ PR-ൻ്റെ നമ്പർ എഴുതിയിട്ടാണ് അവളുടെ കയ്യിൽ കൊടുത്തത്. PR-നെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ നമ്പർ എഴുതി കൊടുത്തതെന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഓ ഇതിൻ്റെ ഇടയിലും PR വന്നല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്.